ആലപ്പുഴ തകഴി കുന്നുമേൽ കുന്നു കുഴിച്ചിട്ടെന്ന് സംശയിക്കുന്ന നവജാത ശിശുവിൻ്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. നവജാത ശിശുവിൻ്റെ മരണത്തിൽ പോലീസിന് നിർണായക മൊഴി കുഞ്ഞിൻ്റെ അമ്മ നൽകുന്നതും പിന്നീട് പോലീസിൻ്റെ അന്വേഷണവും ഇപ്പോൾ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് നടത്തിയ തെളിവെടുപ്പും അതിനൊടുവിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പ്രസവത്തോടെ കുഞ്ഞു മരിച്ചെന്നും മൃതദേഹം മറവ് ചെയ്യാനായി ആൺ സുഹൃത്തിനെ ഏൽപ്പിച്ചു എന്നുമാണ് യുവതി പോലീസിന് മൊഴി നൽകിയത്. 2 യുവാക്കളാണ് നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉള്ളത്. 2 പേരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. അതിലിപ്പോൾ 1-ാം പ്രതി തോമസ് ഔസേപ്പ് കുഴിച്ചിട്ട സ്ഥലം പോലീസിന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ അവിടെ നിന്ന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. പ്രതികളെ ചോദ്യം ചെയ്തതിന് ശേഷം സ്ഥലത്തെത്തിച്ചുള്ള തെളിവെടുപ്പിന് ശേഷം ഇപ്പോൾ ആ കേസിൽ ഒരു നിർണായകമായൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. കുട്ടിയെ കുഴിച്ചുമൂടി പറയുന്ന സ്ഥലത്ത് നേരത്തെ തന്നെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം സംഭവസ്ഥലത്തേക്ക് പ്രതികളെ എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിനൊടുവിലാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 7-ന് വീട്ടിൽ പ്രസവിച്ച യുവതി കുഞ്ഞിനെ യുവാവിൻ്റെ കൈകളിൽ കൊടുത്തുവിടുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. വയറുവേദനയെ തുടർന്ന് പിന്നീട് യുവതി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ആശുപത്രി അധികൃതർക്ക് സംശയം രൂപപ്പെടുകയും പിന്നീട് അവരത് പോലീസിൽ അറിയിക്കുകയും അങ്ങനെയാണ് ഈ കേസിൻ്റെ ചുരുളഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ എസ് ശ്യാംകുമാർ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു, ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിരിക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ് ശ്യാം? ഇപ്പോൾ SP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച ശേഷം ആലപ്പുഴ SP ഉൾപ്പെടെയുള്ള സംഘം തിരിച്ചു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം കൊല്ലനാടി പാടശേഖരത്തിൻ്റെ തെക്കേ ബണ്ടിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയെന്നുള്ളതായിരുന്നു അല്പസമയം മുമ്പ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്ന വിവരം. ഏതായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ആലപ്പുഴ SP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തിരികെ വരുന്നുണ്ട്. ഏതായാലും SP ചൈത്ര തെരേസ ജോൺ മാധ്യമങ്ങളോട് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതികരിക്കുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരും. SP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഏതായാലും പ്രതിയെ ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഇങ്ങോട്ട് SP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ വരുന്നതിൽ പ്രതിയില്ല. ഏതായാലും SP അല്പസമയത്തിനകം ഏതായാലും നിമിഷങ്ങൾക്കകം മാധ്യമങ്ങളോട് പ്രതികരിക്കും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട SP പ്രതികരണത്തിലേക്ക് തന്നെ പോകാവുന്നതാണ്. പോസ്റ്റ്മോർട്ടം കൊലപാതകമാണോ അതോ അത് അറിയില്ല, നമുക്ക് തീരുമാനിക്കാൻ സമയമായിട്ടില്ല. ആയിരുന്നു കുഴിച്ചിട്ട് തന്നെ തന്നെ. അതെ അയാൾ തന്നെ കാണിച്ചു. അതെ, നമ്മളുടെ ഒരു അസംഷനിൽ ഒരു മോർ ദാൻ 2 days എന്തായാലും ആയിട്ടുണ്ട്. അതിപ്പോൾ വിശദീകരിക്കുന്നത് ഞങ്ങൾ പ്രസ് നോട്ടായിട്ട് തരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതെ അതെ അതെ, നമ്മുടെ അടുത്ത് 2 പേര് കസ്റ്റഡി ഉണ്ട്. അതെ അതെ, കൊലപാതകമാണോ അല്ലേ എന്നുള്ളത് നമുക്കത് പരിശോധിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. ഇപ്പം ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ. 2 പേരാണ്. അതെ, പെൺകുട്ടി സർവൈലൻസിലാണ്. അതെ അതെ, കൊണ്ടുപോകുന്നുണ്ട്. ആയിരുന്നു. അതെ അതെ, സോഫാർ അത്രയും നമുക്ക് നമ്മുടെ ഫൈൻഡിങ്സ് അതാണ്. കുട്ടിയുടെ വീട്ടുകാർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇല്ല എന്നാണ് അവരെപ്പോഴും പറയുന്നത്. സത്യമാണെന്ന് തന്നെ സോഫാർ നമുക്ക് അതിൻ്റെ സംശയിക്കേണ്ട കാര്യം തോന്നിയിട്ടില്ല. ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേറെ വരുമോ എന്നുള്ളത് അറിയില്ല. ഇല്ല, അതിപ്പം അത് റെലവൻ്റ് ആയിട്ടുള്ള ഈ സമയത്ത് റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് തോന്നുന്നു. 7-ാം തീയതിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 6th ആണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ശരി, താങ്ക് യു. കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ പ്രസവത്തിൽ മരിച്ചതാണോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴുമില്ല. പോലീസും അക്കാര്യം പരിശോധിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടന്ന് അതിനുശേഷം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനുള്ള നീക്കമാണ് ഈ ഘട്ടത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. യുവതി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഗർഭിണിയാണ് എന്നുള്ള വിവരം ഇവർ വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല
എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ കസ്റ്റഡിയിലുള്ള 2 പേർ, ആ യുവതി, 3 പേരുടെ പങ്കാളിത്തം മാത്രമാണ് ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത് എന്നാണ് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഈ പ്രസവത്തിനിടെ മരിച്ചതാണോ അതോ കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്നുള്ളതാണ് പ്രധാനം. അതിനായുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. അത് നേരത്തെ SP വിശദീകരിക്കുകയും ചെയ്തു. പോലീസിൻ്റെ തുടർ നീക്കം എങ്ങനെയായിരിക്കും ശ്യാം? എസ് ശ്യാംകുമാറിലേക്ക് അല്പസമയത്തിനകം തന്നെ കേസിൽ ഇപ്പോൾ ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ പറഞ്ഞ പോലെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. SP ആണ് അവിടെ നിന്ന് മടങ്ങിയത്. ആ പ്രതി കാണിച്ചെന്ന സ്ഥലത്ത് തന്നെയാണ് നവജാത ശിശുവിൻ്റെ മൃതദേഹം പ്രതി കാണിച്ചു തന്ന സ്ഥലത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് SP തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഒരു കൊലപാതകമാണോ, സ്വാഭാവിക മരണം ഉണ്ടായ ശേഷം ഈ കുട്ടിയുടെ മൃതദേഹം കുഴിച്ചിട്ടതാണോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നുള്ളതാണ് SP വ്യക്തമാക്കുന്നത്. അത് സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോലീസിന് ലഭിക്കേണ്ട വിവരമാണ്. ഏതായാലും ഈ കുട്ടിയുടെ അമ്മ നിലവിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. 2 പേരാണ് കസ്റ്റഡിയിൽ ഈ കേസിലുള്ളത് എന്നുള്ളത് SP വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ 1-ാം പ്രതിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത് തെളിവെടുപ്പിന്. അയാൾ തന്നെയാണ് ഈ സംഭവ സ്ഥലം കാണിച്ചു കൊടുക്കുകയും കുട്ടിയുടെ മൃതദേഹമുള്ള സ്ഥലം പോലീസിനെ വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ നിന്ന് തന്നെയാണ് കുട്ടിയുടെ മൃതദേഹം, അതായത് കൊല്ലനാടി പാടശേഖരത്തിൻ്റെ തെക്കേ ബണ്ടിന് സമീപത്തു നിന്നാണ് ഈ മൃതദേഹം ഈ പ്രതി കുഴിച്ചിട്ടു എന്ന് പോലീസിനോട് വ്യക്തമാക്കിയത്. അവിടെ നടത്തിയ പരിശോധനയിൽ തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും പോലീസ് നൽകുന്ന വിവരപ്രകാരം ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. അവിടെ പോലീസ് സർജൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാകും ഇത് ഏത് തരത്തിലുള്ള മരണമാണ്, അതായത് കൊലപാതകമാണോ പ്രസവത്തിനിടെയുണ്ടായ സ്വാഭാവിക മരണമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും അന്വേഷണത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അത് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രതി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. ഏതായാലും 7-ാം തീയതി ആണ് ഈ പ്രസവം നടന്നിരിക്കുന്നത് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ മൃതദേഹം ഇവിടെ എത്തുകയും പ്രതിയും പ്രതിയുടെ സുഹൃത്തും ചേർന്ന് കുഴിച്ചിടുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ 2 പേരാണ് കസ്റ്റഡിയിലുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന പാടത്തിൻ്റെ സൈഡിൽ കൂടിയുള്ള ബണ്ടാണ്. അവിടെ ആ പോകുന്ന വഴിയിലാണ്, പാടത്തിന് നടുക്കൂടെ ഒഴുകുന്ന തോടിന് തെക്കേ കരയിലുള്ള ബണ്ടിന് സമീപത്താണ് ആ കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും പ്രതി തന്നെ ആ സ്ഥലം, കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഈ പ്രതിയും പ്രതിയുടെ സുഹൃത്തും ഉൾപ്പെടെ ഈ പ്രദേശത്ത് ചൂണ്ടയിടാനും മറ്റുമായും ആ മോട്ടോർ പുരയുടെ അടുത്തുൾപ്പെടെ ഒരുപാട് നേരം ചിലവഴിച്ചിരുന്നത് പ്രദേശവാസികൾ കണ്ടിരുന്നു. ഇന്നലെ രാത്രിയാണ് ഈ പ്രതിയെ പോലീസ് സംഘം ഇവിടെ എത്തി. പൂച്ചാക്കൽ പോലീസും അമ്പലപ്പുഴ പോലീസും ചേർന്ന് ഇവിടെ നിന്ന് അവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. അല്പസമയം മുമ്പ് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞതുപോലെ ആ മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ആ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റും. അതിനുശേഷം ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമാകും ഇത് ഒരു കൊലപാതകമായിരുന്നോ, സ്വാഭാവിക മരണം, അതായത് പ്രസവത്തിനിടയിൽ സംഭവിച്ച മരണമായിരുന്നു എന്നുള്ളത് വ്യക്തമാകുകയുള്ളൂ. ഏതായാലും ആ പെൺകുട്ടി നിലവിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ തുടരുന്നു എന്നുള്ള ഒരു വിവരം കൂടി SP പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും വളരെ വിലപ്പെട്ട ചില തെളിവുകൾ പോലീസിന് ലഭ്യമായിരിക്കുന്നു. മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. SP-യുടെ സാന്നിധ്യത്തിൽ പ്രതി അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഇനി ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കുന്നതിൻ്റെ തിരക്കിലാണ് പോലീസ് ഉള്ളത്. അത് ശേഖരിച്ച ശേഷമാകും മൃതദേഹം ഇവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കൊണ്ടുപോവുക. ഏതായാലും ഈ നാടാകെ ഞെട്ടിയ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ 4 ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പോലീസിൻ്റെ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് നവജാത ശിശുവിൻ്റെ മൃതദേഹം മാറ്റും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രസവത്തിനിടെയുള്ള മരണമാണോ അതോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പോലീസ് ആലോചിക്കുന്നത്. അതിനായി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ പോകും.